ഡിസൈൻ പഠിക്കാൻ വേണ്ടി ഏത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ആദ്യം ഫോട്ടോഷോപ്പാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഇമേജ് എഡിറ്റിംഗ് ടൂളാണ്. അത് ഇമേജ് എഡിറ്റിംഗ് മാത്രമല്ല, അതിനകത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഡിസൈൻസ് ചെയ്യാം, നമുക്കതിനകത്ത് ഫ്ലയർ ചെയ്യാം, പോസ്റ്റേഴ്സ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതായത് അത് ബേസിക്കലി ഫോട്ടോഷോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു ഡിജിറ്റലി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ഡിജിറ്റലി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫോട്ടോഷോപ്പ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രിൻറ്റും കാര്യങ്ങളും നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടി എന്ന് പറയുന്നത് അത് ഡിജിറ്റലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇല്ലുസ്ട്രേറ്റർ എന്ന് പറയുന്നത് നമുക്കവിടെ കുറച്ചും കൂടി ഒരു ഫ്രീഡം അതിനകത്തുണ്ട്. ഫ്രീഡം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അത് വെക്ടർ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ലോഗോസ് നമുക്ക് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ലോഗോസ് കൂടുതലും ചെയ്യുന്നത് ഇല്ലുസ്ട്രേറ്ററിലാണ്. അതോടൊപ്പം തന്നെ ലോഗോസ് മാത്രമല്ല, നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുന്ന ഫ്ലയേഴ്സ് നമുക്ക് അതിനകത്ത് ഡിസൈൻ ചെയ്യാം, അതിനകത്ത് ബ്രോഷേഴ്സ് നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഇമേജ് എഡിറ്റിങ്ങിന് പറ്റിയൊരു സോഫ്റ്റ്വെയർ അല്ല ഇല്ലുസ്ട്രേറ്റർ എന്നുള്ളത്. പക്ഷേ ഫോട്ടോഷോപ്പിൻ്റെ പല ടൂളുകളും ഈ ഇല്ലുസ്ട്രേറ്ററിലും അവൈലബിൾ ആണ്. ഇല്ലുസ്ട്രേറ്ററിലുള്ള പല ടൂളുകളും ഫോട്ടോഷോപ്പിലും അവൈലബിൾ ആണ്. അതായത് രണ്ടും ഏകദേശം സെയിം ആണ് എന്നർത്ഥം, പക്ഷേ ഓപ്പറേഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അപ്പം ഇതിൽ ഏതെടുക്കണം എന്ന നിങ്ങൾ കൺഫ്യൂഷൻ ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ രണ്ടും തറവായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ആദ്യം നിങ്ങൾ ഫോട്ടോഷോപ്പ് പഠിച്ചതിന് ശേഷം ഇല്ലുസ്ട്രേറ്ററിലേക്ക് വരിക, അല്ലെങ്കിൽ ഇല്ലുസ്ട്രേറ്റർ പഠിച്ചതിന് ശേഷം ഫോട്ടോഷോപ്പിലേക്ക് വരിക. ഏതെടുത്താലും പർപ്പസ് സെയിം ആയിരിക്കണം. അതായത് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് വേണം ഏതൊരു സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യാൻ.